ഈ കാറിൻ്റെ മുകളിലുള്ള ഈ സ്ക്രാച്ചസ് കണ്ടില്ല, ഇത് നമുക്ക് ഏത് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റുക നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരുപാട് കോമ്പൗണ്ട്സ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മുടെ Q4 കാർക്കിൻ്റെ സ്ക്രാച്ച് റിമൂവറാണ്. ഇത് നമ്മളുടെ US മെയ്ഡ് ആയിട്ടുള്ള ടർട്ടിൽ വാക്സിൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ടാണ്. പിന്നെ ഇത് നമ്മളുടെ റൂപ്പസ് ഇറ്റലി മെയ്ഡ് ആയിട്ടുള്ള അവരുടെ DA കോൾസ് കോമ്പൗണ്ടാണ്. പിന്നെ നമ്മുടെ അടുത്ത് കാർപ്രോ ക്ലിയർ കട്ട് ഉണ്ട്. ടർട്ടിൽ വാക്സിന് തന്നെ നമ്മളെ പോളിഷ് ഇരിക്കുന്നുണ്ട്. ഒരുപാട് കോമ്പൗണ്ട്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് കളയാൻ പറ്റും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ Q4 കാർക്കിൻ്റെ സ്ക്രാച്ച് റിമൂവറാണ്. നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്തിലേക്ക് കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്ക്രാച്ച് ഉള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ സാധാരണഗതിയിൽ നമുക്ക് സ്ക്രാച്ച് റിമൂവ് ചെയ്തെടുത്ത് കളയാൻ വേണ്ടി പറ്റേണ്ടതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊന്നും കൂടെ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാം. അതിൻ്റെ മുകളിലുള്ള കുറച്ചൊരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ നമുക്കത് ആ സ്ക്രാച്ച് പോകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ശരിക്കും ഈ റബ്ബിംഗ് കോമ്പൗണ്ട് നമുക്ക് എഫക്റ്റീവ് അല്ല. നമുക്ക് അടുത്ത റബ്ബിംഗ് കോമ്പൗണ്ട് നമുക്ക് ട്രൈ ചെയ്യാം. ടർട്ടിൽ വാക്സിൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ടാണ്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആ വലിയ സ്ക്രാച്ച് നമുക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇത് നമ്മുടെ നേരത്തെ പോലെ തന്നെ നമ്മൾ ക്ലോത്തിലേക്ക് എടുത്തു. നമ്മൾ ആ ഭാഗത്ത് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അതും റബ്ബ് ചെയ്തിട്ടും പ്രത്യേകിച്ച് വലിയൊരു മാറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ ശരിക്കും നമുക്ക് ഈ രണ്ട് കോമ്പൗണ്ടും എഫക്റ്റീവ് അല്ല എന്നാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഇപ്പോൾ ഇവിടെ റൂപ്പസിൻ്റെ DA കോൾസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ തേച്ചിട്ടിട്ടൊന്ന് നമ്മൾ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഹാർഡായിട്ടൊന്ന് റബ്ബ് ചെയ്യാണ്. ഇതിലെന്തായാലും പോകേണ്ടതാണ്. ഇതിൽ നമുക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ഇതെന്തായാലും പോകേണ്ടതാണ്. ഇതിൽ പോവും. പക്ഷേ ഇതിലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ ഈ 3 കോമ്പൗണ്ട് നമ്മളിപ്പോൾ ഇവിടെ ട്രൈ ചെയ്തു. ഈ 3 കോമ്പൗണ്ടിനകത്തും നമുക്കിത് സ്ക്രാച്ച് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായിരിക്കും കാരണം? പലരും പല കോമ്പൗണ്ടിനെ പറ്റിയിട്ടും സ്ക്രാച്ച് റിമൂവിങ് ലിക്വിഡിനെ പറ്റിയിട്ടൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നതാണ് അവരുടെ സ്ക്രാച്ചുകൾ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതുപോലെയുള്ള സ്ക്രാച്ചുകളാണ് നിങ്ങളുടെ വണ്ടിയിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തരം കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടും കാര്യമില്ല, ഈ സ്ക്രാച്ചുകൾ പോകാൻ പോകുന്നില്ല. ഇതിൻ്റെ കാരണം ഞാൻ വരച്ച് കാണിച്ചു. ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്ന ഈ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മെറ്റലാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ നമ്മുടെ ബോഡിയുടെ മുകളിൽ നമ്മൾ തൊട്ട് അടുത്തതായിട്ട് കോട്ടിങ് ചെയ്യുന്നത് നമ്മുടെ പ്രൈമറാണ്. നമ്മുടെ ബേസ് കോട്ടിന് നമ്മുടെ ബോഡിയുമായിട്ട് നല്ലൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ പ്രൈമർ അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ നമുക്ക് വണ്ടിയുടെ കളർ ഏതാണോ നമുക്ക് വേണ്ടത് ആ കളറിലുള്ള ബേസ് കോട്ട് നമ്മുടെ പ്രൈമറിൻ്റെ മുകളിലായിട്ട് നമ്മൾ പെയിൻറ്റ് അടിക്കുന്നു. ഇത് കുറച്ച് നമ്മൾ പ്രൈമറിനെക്കാട്ടും കുറച്ചും കൂടെ തിക്നെസ്സിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 1-2 കോട്ടിങ് നമ്മൾ ബേസ് കോട്ട് അടിക്കാറുണ്ട്. ഈ ബേസ് കോട്ടിൻ്റെ മുകളിലായിട്ട് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ UV പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒക്കെ കൂടിയായിട്ട് നമ്മൾ ക്ലിയർ കോട്ട് എന്ന് പറയുന്ന ഒരു കോട്ടിങ് അടിക്കുന്നുണ്ട്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കോട്ടിങ് ആയിരിക്കും. ഇതിന് കളർ ഉണ്ടാവില്ല. നമ്മൾ ബേസ് കോട്ടിൻ്റെ കളർ എന്താണോ ആ കളറാണ് നമ്മൾ ക്ലിയർ കോട്ടിനകത്ത് കൂടെ പുറത്തേക്ക് കാണുന്നത്. നമ്മൾ സൂര്യപ്രകാശം വരുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ടോപ്പ് കോട്ടിൻ്റെ മുകളിൽ നമ്മൾ ക്ലിയർ കോട്ടിൻ്റെ മുകളിലാണ് നമുക്ക് സ്ക്രാച്ചുകൾ വരുന്നത്. ഈ സ്ക്രാച്ചുകൾ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ക്ലിയർ കോട്ടിനകത്താണ് കട്ടാവുന്നത്. നമുക്ക് ചെറിയ വെള്ള കളറുള്ള വരകൾ. ഇത്തരം ക്ലിയർ കോട്ടിൻ്റെ മുകളിലുള്ള ചെറിയ സ്ക്രാച്ചുകൾ നമുക്ക് റബ്ബിംഗ് കോമ്പൗണ്ട് അല്ലെങ്കിൽ പോളിഷിങ്ങിൽ കൂടെ നമുക്ക് കളയാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോളിഷിങ് അല്ലെങ്കിൽ റബ്ബിംഗ് ചെയ്യുന്ന സമയത്ത് ആ ക്ലിയർ കോട്ട് എത്രത്തോളം നമുക്ക് സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ടോ അത്രത്തോളം അളവിൽ നമ്മൾ പോളിഷ് ചെയ്തിട്ട് നമ്മൾ ആ ക്ലിയർ കോട്ടിൻ്റെ ആ ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ എന്താവും, നമ്മൾ മുകളിൽ കാണുന്ന ഭാഗം ലെവലായിട്ട് കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ചുകൾ അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ കണ്ടതുപോലെയുള്ള ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചുകളെ പറ്റി നോക്കാം. ഡീപ്പായിട്ടുള്ള സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്ലിയർ കോട്ടും ബേസ് കോട്ടും പ്രൈമറും കടന്ന് നമ്മുടെ മെറ്റൽ വരെ കാണുന്ന സ്ഥിതിയാണ് നമ്മളുടെ നേരത്തെ കണ്ട സ്ക്രാച്ചുകൾ ഉള്ളത്. അവിടെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, അവിടെ മുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പ്രൈമർ ഇല്ല, ബേസ് കോട്ട് ഇല്ല, ക്ലിയർ ഒന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് സ്ക്രാച്ച് റിമൂവ് ചെയ്യുന്നത്? നമ്മുടെ മെറ്റൽ ബോഡിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്രൈമർ, ബേസ് കോട്ട്, ക്ലിയർ കോട്ട് എല്ലാം അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കല്ലാതെ നമുക്ക് ഒരു സ്ക്രാച്ച് റിമൂവർ ഏതൊരു ടൈപ്പ് ലിക്വിഡ് ഉപയോഗിച്ചാൽ നമുക്കത് കളയാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ തന്നെ പല സ്ക്രാച്ച് റിമൂവറുകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ ആ വീഡിയോന് താഴെ അതുപോലെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെയൊക്കെ താഴെ പലരും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മളുടെ സ്ക്രാച്ചുകളൊന്നും പോയിട്ടില്ല, ഫേക്ക് പ്രൊഡക്റ്റാണെന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും പ്രൊഡക്റ്റുകളെ കുറ്റം പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ പെയിൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. പെയിൻ്റ് ഉണ്ടോ, ക്ലിയർ ഉണ്ടോ, എന്താണ് കണ്ടീഷൻ നോക്കുക. അതിന് ശേഷം മാത്രം സ്ക്രാച്ച് റിമൂവർ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും.